എല്ലാവർക്കും ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്രാവശ്യത്തെ ഡെയിലി ന്യൂസ് അനാലിസിൽ നമ്മൾ നോക്കാൻ പോകുന്ന ഫസ്റ്റ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത് സെൻട്രൽ സേസ് ഇറ്റ്സ് സാങ്ഷൻസ് CBI പ്രോപ്സ് ഇൻ അതർ സ്റ്റേറ്റ്സ്. അപ്പം ഇതിൽ നമ്മൾ GS2 ഗവർണൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസാണ്. അപ്പോൾ ഇതിൽ നമ്മൾ കൂടുതൽ നോക്കാൻ പോകുന്നത് CBI എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റിയാണ്. അതിൻ്റെ ഡ്രോബാക്സ്, അതുപോലെ തന്നെ അതിൻ്റെ ഫംഗ്ഷനിങ് എങ്ങനെയാണ്, അതിൻ്റെ ഡയറക്ടറിനെ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിനകത്ത് നോക്കും. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യ ഈസ് നൗ തേർഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് സോളാർ പവർ. ഇത് GS3 സയൻസ് ആൻഡ് ടെക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസാണ്. അപ്പോൾ നമ്മൾ സോളാർ പവർ റിലേറ്റഡ് ആയിട്ട് ഇന്ത്യയുടെ കോൺട്രിബ്യൂഷൻസ് നമ്മൾ എത്രത്തോളം ഔട്ട്പുട്ട് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ നോക്കും. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ചാൻസ് ടു സെറ്റിൽ എ കോൺസ്റ്റിറ്റ്യൂഷണൽ ക്ലാഷ്. ഇത് നമ്മുടെ GS2 പൊളിറ്റി, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസാണ്. ഇത് നമ്മുടെ ആർട്ടിക്കിൾ 31C പിന്നെ ആർട്ടിക്കിൾ 39B and C റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസാണ്. അപ്പം അതിൻ്റെ ഒരു ഓവർവ്യൂ ആയിട്ട് ഉള്ള കാര്യമാണ്. പിന്നെ സോപ്പ് സ്റ്റോറി എന്ന് പറയുന്നത് GS3 എക്കണോമി ആയിട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മുടെ ഓണിയൻ പ്രൈസസിൻ്റെ എക്സ്പോർട്ട് ബാൻ ചെയ്തായിരുന്നു. ഓണിയൻ്റെ എക്സ്പോർട്ട് ബാൻ ചെയ്തിട്ട് അതിൻ്റെ പ്രൈസ് കൂടുന്ന കാര്യവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസാണ്. ഫാമിംഗ് ഒക്കെ റിലേറ്റഡ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന, അല്ലെങ്കിൽ അഗ്രികൾച്ചറായിട്ട് റിലേറ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ ഇൻഫ്ലേഷനായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒക്കെ പറയാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് സെൻട്രൽ സേസ് ഇറ്റ്സ് സാങ്ഷൻസ് CBI പ്രോബ് ഇൻ അതർ സ്റ്റേറ്റ്സ്. അപ്പോൾ ഇതിൻ്റെ കോൺടെക്സ്റ്റ് എന്ന് പറയുന്നത് സുപ്രീം കോർട്ട് ക്വസ്റ്റ്യൻ ദ സെൻട്രൽ ഗവൺമെൻറ്റ്സ് ക്ലെയിം ഓഫ് ഹാവിംഗ് നോ കൺട്രോൾ ഓവർ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഡ്യൂറിംഗ് ഹിയറിംഗ് എ കേസ് ഫയൽഡ് ബൈ വെസ്റ്റ് ബംഗാൾ. വെസ്റ്റ് ബംഗാൾ അക്യൂസസ് സെൻറ്റർ ഓഫ് അലോയിങ് CBI ടു ഇൻവെസ്റ്റിഗേറ്റ് കേസസ് ഇൻ സ്റ്റേറ്റ് ഡിസ്പൈറ്റ് വിഡ്രോയിങ് കൺസെൻറ്റ്. അപ്പോൾ ഈ CBIക്ക് ഒരു സ്റ്റേറ്റിൽ എൻക്വയറി അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ആ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ പെർമിഷൻ വേണം. അപ്പോൾ ആ പെർമിഷൻ കൊടുക്കാഞ്ഞിട്ടും എൻക്വയറി നടത്തി എന്നുള്ള രീതിയിലാണ് വെസ്റ്റ് ബംഗാൾ അവിടെ കേസ് ഫയൽ ചെയ്തേക്കുന്നത്. ദ കോർട്ട് റിസർവ്ഡ് ഇറ്റ്സ് ജഡ്ജ്മെൻറ്റ് ഓൺ ദ മെയിൻറ്റനബിലിറ്റി ഓഫ് വെസ്റ്റ് ബംഗാൾ സ്യൂട്ട് അഗെയിൻസ്റ്റ് സെൻട്രൽ ഗവൺമെൻറ് ഓവർ ദിസ് ഇഷ്യൂ. അപ്പം നമ്മൾ ഇതിനകത്ത് പൊളിറ്റിക്കൽ സൈഡല്ല നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിൽ ഈ CBI എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ CBI ഒക്കെ കറണ്ട് അഫയേഴ്സിൽ എപ്പോഴും വരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അത് ബേസ് ചെയ്തിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസും വരാം. അപ്പം അതും അതുപോലെ തന്നെ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ് നമ്മൾ ബ്രീഫായിട്ട് നോക്കും. അപ്പം CBI is the premier investigating police agency in India. It provides assistance to Central Vigilance Commission and Lokpal in anti-corruption matters. The agency functions under the Superintendence of Department of Personnel and Training, Ministry of Personnel, Public Grievances and Pensions. This ministry falls under the PMO's office. അപ്പോൾ ഇതിൻ്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? അപ്പോൾ ഇതിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻ്റ് എന്ന് പറയുന്നത് സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്, അത് 1941 ഡ്യൂറിങ് വേൾഡ് വാർ 1-2 സമയത്താണ് ഇതിൻ്റെ ഒരു ഒറിജിൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണമായിരുന്നു. അത് കറപ്ഷൻസ് അല്ലെങ്കിൽ ബ്രൈബറി റിലേറ്റഡ് ആയിട്ട് ആ വാർ ടൈം നടക്കുന്ന ഈ ക്രൈംസ് റിലേറ്റഡ് ആയിട്ട്, എക്കണോമിക് ക്രൈംസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷനാണ് അത് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ഇൻഡിപെൻഡൻസിന് ശേഷം ഡൽഹി സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് പ്രകാരമാണ് ഇത് ഈ ഒരു ഓർഗനൈസേഷൻ ഫോർമലൈസ് ആകുന്നത്. എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് CBI വാസ് എ ഫോർമൽ ഓർഗനൈസേഷൻ വാസ് റെക്കമെൻഡഡ് ബൈ ദ സാന്തനം കമ്മിറ്റി. കേട്ടോ, ഇത് CBI ഇപ്പോൾ സാന്തനം കമ്മിറ്റി എന്ന് പറയുന്നത് തന്നിട്ട് അതിൽ മാച്ച് ദ ഫോളോയിങ് പോലെയൊക്കെ തരും. അപ്പോൾ അതിൽ CBI ആയിട്ട് റിലേറ്റ് ചെയ്തേക്കുന്ന കമ്മിറ്റിയാണ് സാന്തനം കമ്മിറ്റി ഓൺ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ. In 1963, the CBI was constituted to investigate serious crimes related to defense, corruption, fraud and social crimes. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ജൂറിസ്ട്രിക്ഷനും ടൈപ്സ് ഓഫ് കേസസ്. അപ്പോൾ ആൻറ്റി കറപ്ഷൻ ക്രൈംസ്, അപ്പോൾ ഇത് ഉണ്ടായത് തന്നെ ബ്രൈബറി അതുപോലെ തന്നെ കറപ്ഷൻ റിലേറ്റഡ് ആയിട്ട് നോക്കാനായിട്ടാണ്. അപ്പോൾ ഇൻവെസ്റ്റിഗേറ്റ്സ് കേസ് അണ്ടർ ദ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് എഗെയിൻസ്റ്റ് പബ്ലിക് ഒഫീഷ്യൽസ് ആൻഡ് സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസ്. എക്കണോമിക് കേസ് ക്രൈംസ് ഉണ്ട് ഹാൻഡിൽസ് മേജർ ഫൈനാൻഷ്യൽ സ്കാംസ്, ബാങ്ക് ഫ്രോഡ്സ്, മണി ലോണ്ടറിങ്, ഇമ്പോർട്ട് എക്സ്പോർട്ട് വയലേഷൻ ആൻഡ് സ്മഗ്ലിംഗ് കേസസ്. സ്പെഷ്യൽ ക്രൈംസ് എന്ന് പറയുമ്പോൾ ഇൻവെസ്റ്റിഗേറ്റ്സ് സീരിയസ് ഓർഗനൈസ്ഡ് ക്രൈംസ് ലൈക്ക് ടെററിസം, ബോംബ് ബ്ലാസ്റ്റ്, കിഡ്നാപ്പിംഗ് ഫോർ റാൻസം ആൻഡ് അണ്ടർവേൾഡ് ക്രൈംസ്. സുവമോട്ടോ കേസ് എന്ന് പറയുമ്പോൾ CBI തന്നെ ഏറ്റെടുക്കുന്ന കേസുകളുണ്ട്. ക്യാൻ ടേക്ക് അപ്പ് ഇൻവെസ്റ്റിഗേഷൻ സുവമോട്ടോ ഒൺലി ഇൻ യൂണിയൻ ടെറിട്ടറീസ്. അപ്പോൾ യൂണിയൻ ടെറിട്ടറീസിന് അവിടുത്തെ ലോക്കൽ ഗവൺമെൻറ്റിൻ്റെ കൺസെൻറ്റ് ഇല്ലാതെ ഡയറക്റ്റായിട്ട് ഇവർക്ക് കേസ് എടുക്കാൻ പറ്റും. അപ്പോൾ റിക്വയർസ് കൺസെൻറ്റ് ഓഫ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ഇൻവെസ്റ്റിഗേറ്റ് ക്രൈംസ് വിത്തിൻ സ്റ്റേറ്റ് ജൂറിസ്ഡിക്ഷൻ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, സ്റ്റേറ്റ് ജൂറിസ്ഡിക്ഷൻ വരുമ്പോഴേക്കും അവിടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കൺസെൻറ്റ് വേണം. സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട് ക്യാൻ ഓർഡർ CBI ഇൻവെസ്റ്റിഗേഷൻ എനിവെയർ വിത്തൗട്ട് സ്റ്റേറ്റ് കൺസെൻറ്റ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സുപ്രീം കോർട്ടിനോ ഹൈക്കോർട്ടിനോ സ്റ്റേറ്റ് കൺസെൻറ്റ് ഇല്ലാതെ തന്നെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനായിട്ടുള്ള കൺസെൻറ്റ് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോയിൻമെൻറ്റ് ഓഫ് CBI ഡയറക്ടർ ഓഫ് CBI ഇസ് അപ്പോയിൻറ്റഡ് ബൈ ദ ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ്. ഡൽഹി സ്പെഷ്യൽ ഫോഴ്സ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് പ്രകാരമാണ്. In 2014, director was appointed based on this act and recommendations of a committee
Okay, Lokpal Act 2013 provided for the new committee for the appointment of director. Committee headed by the Prime Minister ആണ്, the leader of opposition, Chief Justice of India as members. ഓക്കെ, അപ്പം ഈ ആക്ട് ആദ്യമേ 2 years ആയിരുന്നു ടെന്നർ, പിന്നെ 2021 അത് അമെൻഡ് ചെയ്തിട്ട് 5 years ടെന്നർ ആക്കി CBI ഡയറക്ടറിൻ്റെ ടെന്യൂർ. ഓക്കെ, അപ്പോൾ ചാലഞ്ചസ് ഫേസ്ഡ് ബൈ CBI എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ഇൻ്റർഫറൻസ് ഉണ്ട്, പിന്നെ ലാക്ക് ഓഫ് ഓട്ടോണോമി ഉണ്ട്. അതായത് ഗവൺമെൻറ് കൺട്രോൾ ഭയങ്കരമായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് CBI. അലിഗേഷൻസ് ഓഫ് മിസ് ഹാൻഡ്ലിംഗ് ഓഫ് ഹൈ പ്രൊഫൈൽ കേസസ് ആൻഡ് ലോസ് ഓഫ് ക്രെഡിബിലിറ്റി. അതായത് സെൻട്രൽ ഗവൺമെൻറ് കൺട്രോൾ ചെയ്തേക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്, ഡയറക്റ്റായിട്ട് പ്രൈം മിനിസ്റ്ററിൻ്റെ കീഴിൽ വരുന്ന ഒരു ഓർഗനൈസേഷനാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും എന്താണ്, ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിനെതിരെയൊക്കെ കേസ് വരുവാണെങ്കിൽ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത് ഉറപ്പായിട്ടും സെൻട്രൽ ഗവൺമെൻറ്റിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും CBIയുടെ. ഓക്കെ, ഡിലേസ് ഇൻ കംപ്ലീറ്റിംഗ് ഇൻവെസ്റ്റിഗേഷൻ ലീഡിംഗ് ടു ക്രിറ്റിസിസം, ലാക്ക് ഓഫ് പബ്ലിക് അക്കൗണ്ടബിലിറ്റി ആസ് ഇറ്റ് ഈസ് എക്സംപ്റ്റഡ് ഫ്രം RTI ആക്ട്. ഇപ്പോൾ RTI ആക്ടിന് കീഴിൽ വരത്തില്ല CBI. അക്യൂട്ട് ഷോർട്ടേജ് ഓഫ് പേഴ്സണൽ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡ്യൂ ടു ഇൻഎഫിഷ്യൻറ്റ് റിക്രൂട്ട്മെൻറ്റ് പോളിസീസ്, ലിമിറ്റഡ് പവേഴ്സ് ആസ് ഇറ്റ് റിക്വയർസ് സ്റ്റേറ്റ് കൺസെൻറ്റ് ഫോർ ഇൻവെസ്റ്റിഗേഷൻസ് വിത്തിൻ ദെയർ ജൂറിസ്ഡിക്ഷൻ. പിന്നെ റിസ്ട്രിക്റ്റഡ് ആക്സസ് ആണ്, ഇറ്റ് നീഡ്സ് പ്രയർ അപ്രൂവൽ ഫോർ എൻക്വയറീസ് അഗെയിൻസ്റ്റ് സീനിയർ ബ്യൂറോക്രാറ്റ്സ്. പിന്നെ റിഫോംസ് എന്തൊക്കെയാണ് റിഫോംസ് ആണ് ഇതിനകത്ത് വരേണ്ടത്? ഇപ്പോൾ ഡീലിംഗ് CBI ഫ്രം അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ, അതായത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിൽ നിന്ന് നമുക്ക് CBIനെ മാറ്റേണ്ടതുണ്ട്. അതൊരു ഇൻഡിപെൻഡൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്കണം. പ്രൊവൈഡ് സ്റ്റാറ്റ്യൂട്ടറി സ്റ്റാറ്റസ് കൊടുക്കണം ത്രൂ കോംപ്രിഹെൻസീവ് ലെജിസ്ലേഷൻ ലൈക്ക് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻ്റലിജൻസ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ആക്ട് കൊണ്ടുവരണം. സ്ട്രെങ്തൻ ഹ്യൂമൻ റിസോഴ്സസ് ബൈ ഇൻക്രീസിംഗ് മാൻ പവർ ആൻഡ് ഇംപ്രൂവിംഗ് ഇൻഫ്രാസ്ട്രക്ചർ. ഇൻക്രീസ് ഫൈനാൻഷ്യൽ റിസോഴ്സസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എംപവർമെൻറ്റ് with accountability. അപ്പോൾ ഗ്രാൻഡ് മോർ എക്സ്റ്റെൻസീവ് പവേഴ്സ് റിലേറ്റഡ് ടു യൂണിയൻ, സ്റ്റേറ്റ് ആൻഡ് കൺകറൻറ്റ് സബ്ജക്ട്. അതായത് RTI ആക്ടിൻ്റെ അണ്ടറിൽ CBIയുടെ ഇൻവെസ്റ്റിഗേഷൻസിനെ കൊണ്ടുവരാനായിട്ട് ഒരു സജഷൻ പറയുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ന്യൂസ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യ ഈസ് നൗ ദ തേർഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് സോളാർ പവർ. അപ്പോൾ ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ദ റിപ്പോർട്ട് ബൈ ദ ഇൻ്റർനാഷണൽ എനർജി അനാലിറ്റിക്സ് ഏജൻസി എംബർ, India overtook Japan to become the world's third highest producer of solar power in 2023. ഈ മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത് എന്താണ്? റൈസിങ് ഷെയർ ഓഫ് സോളാർ എനർജി ഇൻ ഇന്ത്യാസ് എനർജി കൺസംഷൻ ആണ് ടുവേർഡ്സ് ട്രാൻസിഷനിങ് ടു റിന്യൂവബിൾ സോഴ്സസ് ഓഫ് എനർജി. ഓക്കെ, അപ്പം ഇന്ത്യ എന്ന് പറയുന്നത് ഏകദേശം 113 ബില്യൺ യൂണിറ്റ്സ് ഓഫ് സോളാർ പവർ ആണ് 2023 നമ്മൾ ജനറേറ്റ് ചെയ്തത്. അത് ജപ്പാനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ജപ്പാൻ വെറും 110 ബില്യൺ യൂണിറ്റ്സ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ തേർഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ അല്ലെങ്കിൽ തേർഡ് ഹയസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് സോളാർ പവർ ആഫ്റ്റർ ചൈന ആൻഡ് ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആയി, റിഫ്ലക്റ്റീവ് ഓഫ് ഇന്ത്യാസ് കമ്മിറ്റ്മെൻറ്റ് ടു ഇൻക്രീസിങ് ഷെയർ ഓഫ് റിന്യൂവബിൾ എനർജി സോഴ്സസ്. അപ്പോൾ ഇന്ത്യയുടെ സോളാർ എനർജി അല്ലെങ്കിൽ സോളാർ പവർ കപ്പാസിറ്റി എന്താണ്? ടേംസ് ഓഫ് ഇൻസ്റ്റാൾഡ് പവർ കപ്പാസിറ്റി ഇന്ത്യ റാങ്ക്സ് 5th ഗ്ലോബലി വിത്ത് 73 gigawatts. Solar power constitute 18% of India's total installed electricity capacity of 442 gigawatts. Okay, however, solar power എന്ന് പറയുന്നത് ഏകദേശം 6.6% മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഡേറ്റ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. സോളാർ പവർ അലയൻസ്, ഇൻ്റർനാഷണൽ സോളാർ അലയൻസ് എന്ന് പറയുന്ന ഓർഗനൈസേഷനൊക്കെ ഉണ്ട്. അതൊക്കെ ന്യൂസിൽ നിൽക്കുന്ന ഒരു സമയം ആയതുകൊണ്ട് തന്നെ ഈ ഡേറ്റ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം 6.6% ഓഫ് ടോട്ടൽ എനർജി, ആക്ച്വൽ പവർ മാത്രമേ നമ്മൾ സോളാർ എനർജിയിൽ നിന്ന് ചെയ്യുന്നുള്ളൂ. അത് ആക്ച്വലി എന്താണ്? അതൊരു ഡേറ്റയാണ്. അത് നിങ്ങൾ നോക്കിക്കോണം. മെയിൻസിലൊക്കെ ആഡ് ചെയ്യാൻ പറ്റുന്ന വാല്യുബിൾ ആയിട്ടുള്ള ഡേറ്റയാണ്. അപ്പോൾ ഗ്ലോബൽ റിന്യൂവബിൾ എനർജി ട്രെൻഡ് അനുസരിച്ച് റിന്യൂവബിൾ റിസോഴ്സസ് മെയ്ഡ് അബൌട്ട് 30% ഓഫ് ഗ്ലോബൽ ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ ഇൻ 2023 അപ് ടു 19% ഇൻ 2000 ചൈന ആസ് എ മെയിൻ കോൺട്രിബ്യൂട്ടർ ആണ്, അക്കൗണ്ടിങ് ടു 51% ഓഫ് അഡീഷണൽ ഗ്ലോബൽ solar generation and 60% of new global wind generation. Combined nuclear low carbon sources generated almost 40% of global electricity in 2023. Okay, അപ്പോൾ ഇതിൻ്റെ challenges എന്താണ്? Bridging the gap between installed solar capacity and actual power production, overcoming intermittency issues, അതായത് ഇംപ്രൂവിങ് എനർജി സ്റ്റോറേജ് സൊല്യൂഷൻസ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, പിന്നെ ഡെവലപ്പിംഗ് ആൻഡ് റോബസ്റ്റ് ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഇൻഫ്രാസ്ട്രക്ചർ, പിന്നെ പ്രൊമോട്ടിംഗ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻ സോളാർ ഇൻഫ്രാസ്ട്രക്ചർ, പിന്നെ അഡ്രസ്സിംഗ് ഫൈനാൻഷ്യൽ പോളിസി ബാരിയേഴ്സ്. അപ്പം ഇങ്ങനെയുള്ള റിന്യൂവബിൾ എനർജി സോഴ്സസ് നമ്മൾ കൊണ്ടുവരാൻ, അല്ലെങ്കിൽ അങ്ങനെയുള്ള പവർ കൺസംഷൻ മെത്തേഡിലോട്ട് നമ്മൾ ട്രാൻസിഷൻ ചെയ്യണമെങ്കിൽ അതിനുള്ള എക്കണോമിക് കോസ്റ്റ് നമ്മൾ കൊണ്ടുവരണം. അപ്പോൾ ആ എക്കണോമിക് കോസ്റ്റ് കൊണ്ടുവരണേ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള പോളിസീസ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിലുള്ള പ്രോബ്ലംസ് അഡ്രസ്സ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. പിന്നെ വേ ഫോർവേഡ് എന്ന് പറയുമ്പോൾ കണ്ടിന്യൂയിങ് ടു പ്രയോറിറ്റൈസ് ആൻഡ് ഇൻസെൻറ്റിവൈസ് ദ ഗ്രോത്ത് ഓഫ് സോളാർ ആൻഡ് അതർ റിന്യൂവബിൾ എനർജി സോഴ്സസ്, ഡെവലപ്പിംഗ് എ കോംപ്രിഹെൻസീവ് സ്ട്രാറ്റജി ഓഫ് ഗ്രിഡ് ഇൻറ്റഗ്രേഷൻ. ഗ്രിഡ് ഇൻറ്റഗ്രേഷൻ എന്ന് വെച്ചാൽ എനർജി ഷെയറിംഗ് മെക്കാനിസം ആണ്. അതായത് ഡിഫറെൻറ്റ് എനർജി സോഴ്സസിൽ നിന്നുള്ള ഒരു ഗ്രിഡ് മെക്കാനിസം നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഈ പവർ ഗ്രിഡിലോട്ട് കൊണ്ടുവരുമ്പോഴേക്കും എന്താണ്,
നമുക്ക് കണ്ടിന്യൂസ് സോഴ്സസ് ഓഫ് പവർ കിട്ടുകയും ചെയ്യും. അപ്പോൾ അതിലുള്ള ഒരു സിംഗിൾ ലൈൻ ഓഫ് ട്രാൻസ്മിഷനാണ് പവർ കൊണ്ടുവരുന്നതെങ്കിൽ അവിടെയുള്ള കോസ്റ്റ്, റിക്കറിങ് ആയിട്ടുള്ള കോസ്റ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. പിന്നെ എനർജി സ്റ്റോറേജ് സൊല്യൂഷൻസും കൊണ്ടുവരാം. എൻകറേജിങ് പ്രൈവറ്റ് സെക്ടർ പാർട്ടിസിപ്പേഷൻ, അട്രാക്ടിങ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇൻ റിന്യൂവബിൾ എനർജി സെക്ടർ, പ്രൊമോട്ടിംഗ് ഇൻ്റർനാഷണൽ കൊളാബറേഷൻസ് ആൻഡ് നോളജ് ഷെയറിംഗ് ഫോർ ടെക്നിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരിക. അതാണ് അതിൻ്റെ ഒരു വേ ഫോർവേഡായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പം നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് എ ചാൻസ് ടു സെറ്റിൽ എ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലാഷ് ആണ്. അപ്പോൾ ഇത് ആക്ച്വലി നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സും DPSPസും തമ്മിലുള്ള ക്ലാഷ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും കേട്ടോ. അപ്പം അതിൻ്റെ ഒരു ബേസ് ചെയ്തിട്ടുള്ള ഒരു എഡിറ്റോറിയലാണ്. ഇതിൻ്റെ കോൺടെക്സ്റ്റ് എന്ന് വെച്ചാൽ പ്രോപ്പർട്ടി ഓണേഴ്സ് അസോസിയേഷൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര കേസ് ബിഫോർ ദ സുപ്രീം കോർട്ട് raises critical questions on the interpretation of material resources of the community under Article 39B and whether laws made to secure these resources are immune to the judicial review based on fundamental rights violation. ഓക്കെ, അപ്പം നമുക്കറിയാം ആർട്ടിക്കിൾ 39B എന്ന് പറയുന്ന ഒരു ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിസോഴ്സസ് പ്രൊമോട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ് DPSPസിൽ വരുന്നതാണ്. അപ്പോൾ അതിൽ ജുഡീഷ്യൽ റിവ്യൂ, അതായത് ഫണ്ടമെൻ്റൽ റൈറ്റ്സിനേക്കാളും നമുക്കറിയാം ആർട്ടിക്കിൾ 14-ഉം 19-ഉം ഇക്വാളിറ്റിയും ഫ്രീഡവും ഒക്കെ തരുന്നതിനെ പോലും സപ്രസ് ചെയ്തുകൊണ്ട് ഈ ആർട്ടിക്കിൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ ഒരു കേസിൽ പോലും ജുഡീഷ്യൽ റിവ്യൂ വരാതിരിക്കാനായിട്ടുള്ള സാഹചര്യം ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നൊരു ഇതാണ്, അതൊരു ക്ലാഷ് ആയിട്ട് പറയുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ആക്ച്വലി ഈ ആർട്ടിക്കിൾ 31C എന്താണെന്ന് നോക്കണം. ആർട്ടിക്കിൾ 31C പ്രൊട്ടക്ട്സ് ലോസ് എനാക്റ്റഡ് ടു എൻഷുർ മെറ്റീരിയൽ റിസോഴ്സസ് ഓഫ് ദ കമ്മ്യൂണിറ്റി ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ടു സെർവ് കോമൺ ഗുഡ് and that wealth and means production are not concentrated on the common detriment. അപ്പോൾ ആർട്ടിക്കിൾ 39B എന്ന് പറയുന്നത് പ്ലേസസ് ആൻ ഒബ്ലിഗേഷൻ ഓൺ ദ സ്റ്റേറ്റ് ടു ക്രിയേറ്റ് പോളിസി ടുവേർഡ്സ് സെക്യൂറിംഗ് ദ ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ ഓഫ് മെറ്റീരിയൽ റിസോഴ്സസ് ഓഫ് ദ കമ്മ്യൂണിറ്റി സോ ആസ് ടു ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് ബെസ്റ്റ് ടു ദ സബ്സർവ് ഓഫ് കോമൺ ഗുഡ്. അതായത് നമുക്കുള്ള റിസോഴ്സസ് കോമൺ ഗുഡിന് വേണ്ടിയിട്ട് ഇക്വിറ്റബിളായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഓക്കെ, പിന്നെ ആർട്ടിക്കിൾ 39C എന്ന് പറയുന്നത് എൻഷുവേഴ്സ് ദാറ്റ് വെൽത്ത് ആൻഡ് ദ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആർ നോട്ട് കോൺസെൻട്രേറ്റഡ് ഓൺ ദ കോമൺ ഡെട്രിമെൻറ്റ്. ഓക്കെ, അതായത് അത് ഇക്വിറ്റബിളായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനാണ് ഈ ആർട്ടിക്കിൾ 39 ബേസിക്കലി പറയുന്നത്. അപ്പം ഈ റിസോൾവിങ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വേഴ്സസ് ഡയറക്ടർ പ്രിൻസിപ്പിൾസിൻ്റെ ഒരു ക്ലാഷ് എങ്ങനെയാണ്, ലോൺ സ്റ്റാൻഡിങ് ടെൻഷനാണ് ഈ പാർട്ട് 3-യും പാർട്ട് 4-ഉം തമ്മിലുള്ളൊരു ക്ലാഷ്. അപ്പോൾ പ്രോപ്പർട്ടി ഓണേഴ്സിൻ്റെ കേസിലാണെങ്കിൽ പ്രൊവൈഡ്സ് ഓപ്പർച്യൂണിറ്റി ടു അഡ്രസ് ദിസ് കോൺഫ്ലിക്റ്റ് ആൻഡ് ക്ലാരിഫൈ ദി വാലിഡിറ്റി ഓഫ് ആർട്ടിക്കിൾ 31C. അപ്പോൾ ആർട്ടിക്കിൾ 31C എന്ന് പറയുന്നത് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇത് ആക്ച്വലി 25th Amendment 1971 നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ആർട്ടിക്കിളാണ്. അപ്പോൾ പ്രൊട്ടക്റ്റഡ് ലോസ് ഗിവിംഗ് എഫക്ട് ടു ആർട്ടിക്കിൾ 39B ആൻഡ് 39C ഫ്രം ചാലഞ്ചസ് അണ്ടർ ആർട്ടിക്കിൾ 14 and 19. അപ്പം ഈ റിസോഴ്സസിൻ്റെ, രാജ്യത്തിൻ്റെ റിസോഴ്സസിൻ്റെ ഡിസ്ട്രിബ്യൂഷനിൽ നമുക്ക് ഇക്വിറ്റബിളായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അതായത് ഇക്വാലിറ്റി ബേസ് ചെയ്തിട്ട് ഇപ്പോൾ EWS എന്ന് പറയുന്ന ഒരു സ്കീം നമ്മൾ ഇത് കൊണ്ടുവന്നു. അപ്പം EWS എന്ന് പറയുന്നത് കൊണ്ടുവന്നപ്പോഴേക്കും അത് ഇക്വാലിറ്റീനെ ബാധിക്കുന്നതല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ക്ലാഷ് വന്നായിരുന്നു. അപ്പം അത് ആക്ച്വലി എന്താണ്, എല്ലാവർക്കും ഒരു സാഹചര്യം, ഒരു പരിഗണന കൊടുക്കണം എന്ന നിലയിൽ അവിടെ ഇക്വാലിറ്റി നോക്കേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും അവിടെ താഴെ തട്ടി കിടക്കുന്ന ആൾക്കും ഇത് വേണം എന്ന നിലയിൽ വന്നപ്പോഴേക്കുമാണ് EWS ഇത് വന്നത്. ഈ DPSP ബേസ് ചെയ്തിട്ടാണ് EWS അവിടെ കൊണ്ടുവന്നത്. ഓക്കെ, എയിം ടു ഇൻസുലേറ്റ് സർട്ടൻ എക്കണോമിക് പോളിസീസ് ഫ്രം ജുഡീഷ്യൽ റിവ്യൂ ആണ്. ഫർദർ എക്സ്പാൻഡഡ് ബൈ 42nd Amendment in 1976 ടു ഇൻക്ലൂഡ് ഓൾ DPSPs. ഓക്കെ, DPSPs എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫ്യൂച്ചറിൽ ഒരു ഗവൺമെൻറ് എങ്ങനെയാണ് രാജ്യം ഭരിക്കേണ്ടത് എന്നുള്ള നിലയിൽ കൊണ്ടുവരുന്ന കാര്യങ്ങളാണ് DPSPs. അപ്പോൾ DPSPs നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴേക്കും അതിൽ ചിലപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സിന് ക്ലാഷ് വന്നേക്കാം. പക്ഷേ മോർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആ കേസിൽ നമ്മൾ DPSPs ആയിരിക്കും എന്നും കൂടി ഇവർ പറയുന്നുണ്ട്. അപ്പോൾ ജുഡീഷ്യൽ ഇൻ്റർവെൻഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആ ഒരു ടൈം ലൈനാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പോൾ കേശവാനന്ദ ഭാരതി 1973 പാർഷ്യലി സ്ട്രക്ക് ഡൗൺ ആർട്ടിക്കിൾ 31C ഫോർ വയലേറ്റിംഗ് ജുഡീഷ്യൽ റിവ്യൂ. ഇപ്പോൾ ഇത് മിനർവ മിൽസ് കേസ് 1980 ആയപ്പോഴേക്കും സ്ട്രക്ക് ഡൗൺ 42nd Amendment എക്സ്പാൻഷൻ ഓഫ് ആർട്ടിക്കിൾ 31C. അത് ബേസിക് സ്ട്രക്ചറിനെ വയലേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആർട്ടിക്കിൾ 31Cയുടെ എക്സ്പാൻഷന് സ്ട്രക്ക് ഡൗൺ ചെയ്തത്. ആംബിഗ്വിറ്റി റിമെയിൻസ് ഇൻ ദ വാലിഡിറ്റി ഓഫ് ആർട്ടിക്കിൾ 31C ഇൻ ഒറിജിനൽ ഫോം. ഓക്കെ, അപ്പോൾ എനിക്ക് ഈ ഇഷ്യൂസ് എന്ന് പറയുന്നത് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് മെറ്റീരിയൽ റിസോഴ്സസ് ഓഫ് ദ കമ്മ്യൂണിറ്റി ആണ് അണ്ടർ ആർട്ടിക്കിൾ 39B. എക്സ്റ്റെൻറ്റ് ഓഫ് ഇമ്മ്യൂണിറ്റി ഗ്രാൻഡഡ് ടു ലോസ് മെയ്ഡ് അണ്ടർ ആർട്ടിക്കിൾ 39B ഫ്രം ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ചാലഞ്ചസ്, കൗൺസിലിംഗ് കോൺഫ്ലിക്റ്റിംഗ് ജഡ്ജ്മെൻറ്റ്സ് ഓഫ് ആർട്ടിക്കിൾ 39
31C's വാലിഡിറ്റി ആൻഡ് സ്കോപ്പ്. അപ്പോൾ ഇതിനകത്ത് ആക്ച്വലി നിങ്ങൾ നോക്കേണ്ടത് ഈ ആർട്ടിക്കിൾസ് എന്താണെന്ന് നിങ്ങൾ നോക്കിയിരിക്കുക. അപ്പോൾ ഇതിലെവിടെയാണ് ക്ലാഷ് വരുന്നത്, എസ്പെഷ്യലി പ്രോപ്പർട്ടി റൈറ്റ്സ് ആകാം, അല്ലെങ്കിൽ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിസോഴ്സസിൻ്റെ കേസസ് ആകാം. അപ്പോൾ അങ്ങനെയുള്ള കേസസിൽ ഉള്ള ക്ലാഷുകൾ നിങ്ങൾ നോക്കി വെക്കാം. അപ്പോൾ പിന്നെ ഇത് പ്രിലിംസ് പെർസ്പെക്റ്റീവിലാണെങ്കിൽ ഈ ആർട്ടിക്കിൾസ് എന്താണെന്ന് ജസ്റ്റ് ബ്രഷ് ത്രൂ ചെയ്യുക എന്ന് മാത്രമേ നമ്മൾ നോക്കാനുള്ളൂ. ഇത് ബേസ് ചെയ്തിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാനായിട്ട് ചാൻസ് കുറവാണ്. പക്ഷേ ഇത് കോൺസ്റ്റിറ്റ്യൂഷണലി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അത് ഇൻ ഡെപ്ത് നമുക്ക് കുറച്ച് പോകേണ്ട ആവശ്യമുണ്ട്. അപ്പം അതെല്ലാം റിലേറ്റ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു കാര്യമാണിത്. ഓക്കെ, ഇപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വേഴ്സസ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൻ്റെ കേസ് വരുമ്പോഴേക്കും ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ എൻഫോഴ്സിബിൾ ആൻഡ് കൺസിഡർഡ് ദ മീൻസ് ടു അച്ചീവ് DPSP. ഞാൻ പറഞ്ഞല്ലോ, DPSPs നമുക്ക് ഫ്യൂച്ചറിൽ അച്ചീവ് ചെയ്യാനായിട്ട് ഉള്ളൊരു കാര്യമാണ്. അതായത് നമുക്ക് വേണ്ട എക്കണോമിക് ആൻഡ് സോഷ്യൽ എൻവയോൺമെൻറ്റ് നമ്മുടെ കൺട്രിയിൽ ഡെവലപ്പ് ആകുമ്പോഴേക്കും നമ്മൾ ഉറപ്പായിട്ടും കൊണ്ടുവരേണ്ട കാര്യമാണ് DPSPs. ഓക്കെ, അപ്പോൾ അത് ഫ്യൂച്ചറിൽ അച്ചീവ് ചെയ്യേണ്ട കാര്യമാണ്. അതിനെ എൻഫോഴ്സ് ചെയ്യാൻ നമുക്ക് അങ്ങനൊരു സാഹചര്യമാണ്. പക്ഷേ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ് എൻഫോഴ്സിബിൾ ആയിട്ടുള്ള കാര്യം. DPSPs എന്ന് പറയുന്നത് നോൺ ജസ്റ്റിസബിൾ ഗോൾസ് ആണ്. അതായത് DPSPs വയലേറ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരിക്കലും കോർട്ടിൽ പോകാൻ പറ്റത്തില്ല. ബട്ട് ആർട്ടിക്കിൾ 31C ഗ്രാൻഡഡ് ഇമ്മ്യൂണിറ്റി ടു ലോസ്, സർട്ടൻ ലോസിന് ഇമ്മ്യൂണിറ്റി കൊടുത്തിട്ടുണ്ട്. പൊട്ടൻഷ്യൽ ടു അബ്യൂസ് ഇറ്റ്സ് ലോസ് ഇഫ് ലോസ് വയലേറ്റിംഗ് റൈറ്റ്സ് ആർ ഷീൽഡഡ് അണ്ടർ ദ ഗൈസ് ഓഫ് DPSPs. ഓക്കെ, അപ്പം ഇതിൻ്റെ ബാലൻസിങ് ആക്ട് എന്ന് പറയുന്നത് നീഡ് ഫോർ ആൻ ഹാർമോണിയസ് കൺസ്ട്രക്ഷൻ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് DPSPs, അപ്ഹോൾഡിംഗ് ദ പ്രൈമസി ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വൈൽ റെസ്പെക്ടിങ് ദ സ്റ്റേറ്റ്സ് കമ്മിറ്റ്മെൻറ്റ് ടു DPSPs. അപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. പക്ഷേ DPSPs നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം വരുമ്പോഴേക്കും DPSPsന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. കാരണം ആ ഒരു രീതിയിലാണ് നമ്മൾ ഫ്യൂച്ചറിൽ കൺട്രീനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അത് കാരണമാണ് ആക്ച്വലി DPSPs അവിടെ ഉള്ളത്. പ്രൊവൈഡിങ് എ ക്ലിയർ ഫ്രെയിംവർക്ക് ഫോർ ജുഡീഷ്യൽ റിവ്യൂ ഓഫ് ലോസ് മെയ്ഡ് അണ്ടർ ആർട്ടിക്കിൾ 39B. അപ്പോൾ ഇതിൻ്റെ വേ ഫോർവേഡ് എന്ന് പറയുന്ന കോംപ്രിഹെൻസീവ് അനാലിസിസ് വേണം ഈ 31Cയുടെ വാലിഡിറ്റിനെ കുറിച്ചും അതിൻ്റെ ബേസിക് സ്ട്രക്ചറായിട്ടുള്ള അഡിഹറൻസിനെ കുറിച്ചും. ഓക്കെ, റീഅഫേമിംഗ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആസ് ദ കോർണർ സ്റ്റോൺ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, establishing guidelines for reconciling conflicts between fundamental rights and DPSPs, promoting transparency and accountability in policy making and implementation. അപ്പോൾ നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് അത് നമ്മുടെ എക്കണോമി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസാണ്. സോപ്പ് സ്റ്റോറി, അതായത് ഒരു എഡിറ്റോറിയൽ ബേസ് ചെയ്തിട്ട് വന്നേക്കുന്നതാണ്. അപ്പോൾ അത് ആക്ച്വലി അതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ് ഹാസ് ലിഫ്റ്റഡ് ദ ബാൻ ഓൺ ഓണിയൻ എക്സ്പോർട്സ് ബട്ട് ദ കണ്ടീഷൻസ് എ മിനിമം എക്സ്പോർട്ട് പ്രൈസ് ഓഫ് $550 per ton and 40% export duty. This comes after prohibiting onion export in September 2023 due to sparring prices and supply concern. ഓക്കെ, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു കൊമോഡിറ്റി അതിൻ്റെ ക്വാണ്ടിറ്റി കുറവാണ്. ഇപ്പോൾ എൻ്റെ നാട്ടിൽ എനിക്ക് ഒണിയൻ കിട്ടാനില്ല. അപ്പോൾ ഒണിയൻ കിട്ടാനില്ലാത്തപ്പോഴേക്ക് എന്ത് പറ്റും, ഈ ഒണിയൻ്റെ ഡിമാൻഡ് കൂടും. അതായത് ഒണിയന് ആവശ്യക്കാർ ഏറെ വരും, പക്ഷേ അതനുസരിച്ചുള്ള ഒണിയൻ നമ്മുടെ മാർക്കറ്റിലില്ല. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഒണിയൻ എക്സ്പോർട്ടും കൂടി ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ ഒണിയൻ എക്സ്പോർട്ടും കൂടി ചെയ്യുമ്പോഴേക്കും പിന്നെ സ്കാർസിറ്റി വരും. അപ്പോൾ അങ്ങനെ ഒരു സ്കാർസിറ്റി വന്നപ്പോഴാണ് ഗവൺമെൻറ് എന്ത് ചെയ്തു, എക്സ്പോർട്ടിനെ ബാൻ ചെയ്തു. ഓക്കെ, അപ്പോൾ അതിന് ശേഷം അവർ പിന്നെ എക്സ്പോർട്ട് ഓപ്പൺ ആക്കി. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒണിയൻ എക്സ്പോർട്ട് പോളിസി നമ്മൾ നാവിഗേറ്റ് ചെയ്യുമ്പോഴേക്കും ഒണിയൻ ആൻ എസെൻഷ്യൽ ഫുഡ് ഐറ്റം ഹോൾഡ് സിഗ്നിഫിക്കൻറ്റ് എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഇമ്പോർട്ടൻസ്. അപ്പം എക്സ്പോർട്ട് പോളിസിയിൽ കൺസ്യൂമറിൻ്റെ അഫോർഡബിലിറ്റിയും ഡിമാൻഡും അതുപോലെ തന്നെ ഫാമറിൻ്റെ ഇൻകവും ബേസ് ചെയ്തിട്ട് കുറേ ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഡൊമസ്റ്റിക് സപ്ലൈസിനെ നമ്മൾ ബാലൻസ് ചെയ്യാനും അതിൻ്റെ പ്രൈസസിനെ സ്റ്റെബിലൈസ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ എക്സ്പോർട്ട് അല്ലെങ്കിൽ ഗവൺമെൻറ് ഈ എക്സ്പോർട്ട് ബാനും അങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ടുവന്നത്. അപ്പോൾ ഈ പോളിസിയുടെ ചേഞ്ചസ് നമ്മളിനി നോക്കാൻ പോകുന്നത് സെപ്റ്റംബർ 2023 കംപ്ലീറ്റ് ബാനായിരുന്നു ഒണിയൻ എക്സ്പോർട്സിൽ. അപ്പം പ്രൈസസ് കൂടുന്നത് കാരണവും സപ്ലൈ കൺസേൺസ് ഉള്ള കാരണമാണ് ബാൻ കൊണ്ടുവന്നത്. അപ്പോൾ ഏപ്രിൽ 2024 ആയപ്പോഴെങ്കിൽ ലിമിറ്റഡ് എക്സ്പോർട്സ് ഓഫ് ഓണിയൻസ് അലോ ചെയ്തു, ബെനിഫിറ്റിംഗ് ഗുജറാത്ത് ഫാമേഴ്സ് ഹെഡ് ഓഫ് സ്റ്റേറ്റ് പോൾസ്. അപ്പം മെയ് 2024 ആയപ്പോഴേക്ക് എക്സ്പോർട്ട് ബാൻ ലിഫ്റ്റ് ചെയ്തു വിത്ത് ദ കണ്ടീഷൻ ഓഫ് മിനിമം എക്സ്പോർട്ട് പ്രൈസ് നമ്മൾ വെച്ചു. പിന്നെ ഒരു 40% എക്സ്പോർട്ട് ഡ്യൂട്ടിയും വെച്ചു, കോയിൻസൈഡ് വിത്ത് ലോക്സഭ പോൾസ്. അതായത് ഈ ഇലക്ഷൻ്റെ ടൈമിലൊക്കെയാണ് ഇതിന് ലിഫ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അതൊരു ഫാക്ടറാണ്, അത് പൊളിറ്റിക്കൽ സൈഡാണ്. പക്ഷേ ആ ഒരു ഡിമാൻഡ് ബേസ് ചെയ്തിട്ടാണ് ഈ എക്സ്പോർട്ടിലുള്ള ഇളവുകളും അങ്ങനത്തെ കാര്യങ്ങളും കൊണ്ടുവന്നേക്കുന്നത്. ഓക്കെ, റാഷണൽ ആൻഡ് ഇംപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് സ്റ്റെബിലൈസിങ് ഡൊമസ്റ്റിക് പ്രൈസസ് ബൈ അലോവിങ് എക്സ്പോർട്സ് വെൻ സപ്ലൈസ് ആർ ഡീംഡ് ടു ബി അഡിക്വേറ്റ്. അതായത് സപ്ലൈസ് നമ്മുടെ മാർക്കറ്റിൽ വന്നു, അതായത് ഒണിയൻ്റെ ക്ഷാമം ഉണ്ടായിരുന്നു, അതിനുശേഷം ഒണിയൻ കുറച്ചൊക്കെ മാർക്കറ്റിൽ വരാൻ തുടങ്ങി, അപ്പോൾ പ്രൈസ് കുറച്ച് സ്റ്റെബിലൈസ് ചെയ്തു. അപ്പോൾ എക്സ്പോർട്ടിനുള്ള ബാൻ നമ്മൾ പതുക്കെ ലിഫ്റ്റ് ചെയ്തു. മിനിമം പ്രൈസ് ആൻഡ് എക്സ്പോർട്ട് ഡ്യൂട്ടി എയിം ടു എൻഷുർ റിന്യൂമറേറ്റീവ് പ്രൈസസ് ഫോർ
ഫാമേഴ്സ്. അതായത് ഫാമേഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം, അവർ ഇന്ന ടൈമിൽ ഇത് എക്സ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ ഇവർക്ക് ഇത്രയും ലാഭം കിട്ടിയേനെ. പക്ഷേ ആ ലാഭം ആ ടൈമിൽ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് എന്ത് തെറ്റു, നമ്മൾ എക്സ്പോർട്ട് ഡ്യൂട്ടിയും ഒരു മിനിമം സപ്പോർട്ട് പ്രൈസും അതിനകത്ത് കൊടുത്തു. അപ്പോൾ അങ്ങനെ വന്നപ്പോഴേക്കും ആ ഒരു സമയത്തെ അവരുടെ നഷ്ടം ഇതിനകത്തൂടെ ലാഭം ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് ഗവൺമെൻറ് പറയുന്നത്. Okay, but viability of export concerned due to the pricing condition and global market dynamics, potential impact on sowing decisions, farmers income affected ആയിട്ടുണ്ട്, ഇന്ത്യസ് ഫുഡ് സപ്ലയറിൻ്റെ അംബിഷൻസ് എഫക്റ്റ് ആയി. കാരണം ഒരു ടൈമിലായിരിക്കും മാർക്കറ്റിൽ ഡിമാൻഡ് ഉള്ള ടൈമിൽ എക്സ്പോർട്ട് ചെയ്താലേ ഇവർക്ക് ലാഭം കിട്ടത്തുള്ളൂ. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് എക്സ്പോർട്ട് ബാൻ മാറ്റി കഴിഞ്ഞിട്ട് ഇത്ര മിനിമം സപ്പോർട്ട് പ്രൈസ് വെച്ചാലും ചിലപ്പോൾ അതിനുള്ള ബയർ വന്നിരിക്കത്തില്ല. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ അകത്തൊരു പ്രശ്നം വരുന്നത്. അപ്പോൾ ബാലൻസിങ് ആക്ട് എന്ന് പറയുമ്പോൾ, അതായത് കൺസ്യൂമേഴ്സ് വേഴ്സസ് ഫാമേഴ്സ് വരുമ്പോൾ, മാനേജിങ് കൺസ്യൂമർ അഫോർഡബിലിറ്റി ഓഫ് എൻ എസെൻഷ്യൽ കമോഡിറ്റി, എൻഷുറിങ് ഫെയർ റെന്യൂമറേഷൻ ആൻഡ് ഇൻകം സെക്യൂരിറ്റി ഫോർ ഓണിയൻ ഗ്രോവേഴ്സ്. പിന്നെ ഫ്രീക്വൻറ്റ് പോളിസി ഫ്ലിപ്പ് ഹോപ്സ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, ഒരു ക്രെഡിബിലിറ്റി അല്ലെങ്കിൽ പോളിസിയിലുള്ള ഫോൾട്ടിനെ ചൂണ്ടിക്കാട്ടുന്നതാണ്. നീഡ് ഫോർ എ ലോങ് ടേം ഡേറ്റ ഡ്രിവൺ അപ്രോച്ച് ഫോർ ഓണിയൻ ട്രേഡ് പോളിസി. അപ്പോൾ ഇതിൻ്റെ ചാലഞ്ചസും ആൻഡ് വേ ഫോർവേഡ് എന്ന് പറയുമ്പോഴേക്കും നമുക്കറിയാം എന്താണ്, ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള പ്രൊഡക്ഷൻ ആൻഡ് എഫിഷ്യൻറ്റ് സ്റ്റോറേജ് ആൻഡ് സപ്ലൈ ചെയിൻ ഫെസിലിറ്റി നമ്മൾ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കേസസിൽ ചിലപ്പോൾ ഹോർഡിങ് നടക്കും. അപ്പോൾ ഈ ഹോർഡിങ് മാറ്റാനായിട്ടുള്ള പോളിസി ഡിസിഷൻസ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വരണം. പിന്നെ ഇൻസെൻറ്റിവൈസിങ് ഡൈവേഴ്സിഫിക്കേഷൻ, വാല്യൂ അഡീഷൻ ആൻഡ് എക്സ്പോർട്ട് കോമ്പറ്റീവ്നെസ് ഇൻ ഓണിയൻ സെക്ടർ. അതായത് എന്താണ്, ഓണിയൻ സെക്ടറിൽ വർക്ക് ചെയ്യുമ്പോഴേക്കും ആ ഒരു സോൾ ക്രോപ്പിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്യാതെ ഡിഫറെൻറ്റ് ക്രോപ്സിലോട്ട് ഡൈവേഴ്സിഫൈ ചെയ്തിട്ട് ഫാമേഴ്സിന് മോർ ബെനിഫിറ്റ് കൊണ്ടുവരാനായിട്ടുള്ള രീതിയിലോട്ട് കൊണ്ടുവരണം. അതുപോലെ തന്നെ എക്സ്പോർട്ട് മാർക്കറ്റ് പ്രോപ്പറായിട്ട് നമ്മൾ നോക്കണം. അപ്പോൾ ഇവിടുത്തെ ഡൊമസ്റ്റിക് ഡിമാൻഡ് മീറ്റ് ചെയ്തതിന് ശേഷമുള്ള എക്സ്പോർട്ടിലോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള പോളിസി നമ്മൾ കൊണ്ടുവരണം. പിന്നെ എക്സ്പാൻഡിങ് ഡൊമസ്റ്റിക് ഡിമാൻഡ് ത്രൂ ഇനിഷ്യേറ്റീവ്സ് ലൈക്ക് മിഡ് ഡേ മീൽ സ്കീംസ്, അങ്ങനെയുള്ള ഗവൺമെൻറ് പോളിസീസിലോട്ട് ഈ ഡിമാൻഡിനെ, അതായത് ഡൊമസ്റ്റിക് ഡിമാൻഡിനെ നമ്മൾ കൊണ്ടുവരണം. ഓക്കെ, അങ്ങനെ വരുമ്പോഴേക്കും നമ്മുടെ നാട്ടിൽ തന്നെ ഈ ഫാമേഴ്സിന് ഇൻസെൻറ്റീവ്സ് കൊണ്ടുവരാനായിട്ട് പറ്റും. പിന്നെ എൻഹാൻസിങ് ട്രാൻസ്പെറൻസി, സ്റ്റേക്ക് ഹോൾഡർ കൺസൾട്ടേഷൻ, അതായത് ഈ ഫാമേഴ്സും അതുപോലെ തന്നെ ഓണിയൻ കൾട്ടിവേഴ്സും പിന്നെ എക്സ്പോർട്ടേഴ്സും ആയിട്ടുള്ള ഒരു പ്രോപ്പറായിട്ടുള്ള ഡിസ്കഷൻസ് ത്രൂ ആണ് നമ്മൾ ഇതിന് വേണ്ട ഒരു സൊല്യൂഷനിലോട്ട് എത്താൻ പറ്റുക. കോംപ്രിഹെൻസീവ് റിവ്യൂ ഓഫ് എക്സ്പോർട്ട് പോളിസീസ് ഫോർ എസെൻഷ്യൽ അഗ്രികൾച്ചർ കമ്മോഡിറ്റീസ്, ബാലൻസിങ് കൺസ്യൂമർ ഇൻട്രസ്റ്റ്, ഫാമർ വെൽഫെയർ ആൻഡ് ഇന്ത്യസ് ഫുഡ് സെക്യൂരിറ്റി ഗോൾസ്. ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ട് വേണം ഇതിലൊരു ഡിസിഷൻ എടുക്കാൻ. അപ്പോൾ ഇതിൽ ആക്ച്വലി എന്താണ്, ഈ കൺസ്യൂമർ ഇൻട്രസ്റ്റും ഫാമർ വെൽഫെയർ, ഇന്ത്യസ് ഫുഡ് സെക്യൂരിറ്റി ഗോൾസ് എന്ന് പറയുന്നത് ഒരു കീവേഡ്സ് ആണ്. ഇത് നമ്മൾ ആൻസർ എഴുതുമ്പോഴേക്കും ഈ ആൻസർ നോക്കുന്ന ആൾ ഡിമാൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ കീവേഡ്സ്. അതിനകത്ത് ആഡ് ചെയ്യണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതും കൂടി നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ ഇതാണ് ഇപ്രാവശ്യത്തെ DNA-യിൽ ഉണ്ടായിരുന്നത്. നമുക്ക് ആ കോൺസ്റ്റിറ്റ്യൂഷൻ ബേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പൊളിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് ഇച്ചിരി കൺഫ്യൂസിങ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം അത് നിങ്ങളൊന്ന് നോക്കുക. നിങ്ങൾ ആ എഡിറ്റോറിയൽ വായിച്ച് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. പിന്നെ നമുക്ക് ഈ ഒരു ടൈം ഫ്രെയിമിൽ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പം അതൊന്ന് നിങ്ങൾ തന്നെ ഇരുന്ന് നോക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം DPSPs-ഉം ഫണ്ടമെൻ്റൽ റൈറ്റ്സും നമുക്ക് പ്രിലിംസിലും മെയിൻസിലും എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ നിങ്ങളത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കണം. അതുപോലെ തന്നെ ഇന്നത്തെ MCQ ഞാൻ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. ഞാനത് ആഡ് ചെയ്യാൻ ഇച്ചിരി വിട്ടുപോയി. അപ്പം അത് ഞാനത് ആഡ് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ ആൻസറും ഉടനെ തന്നെ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇപ്രാവശ്യത്തെ DNA നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം ഇനി അടുത്ത പ്രാവശ്യം കാണാം. അപ്പം ഇനിയും കാണുന്നവരെ നന്ദി, നമസ്കാരം.